തിരിച്ചിട്ട് പിന്നെ ഖുത്ബക്ക് തിരിക്കും. അല്ല ഉസ്താദ് ഖുത്ബ ബാങ്ക് അറബിയിലാണ്. ചങ്ങായെ നിസ്കാരത്തിന് വാ, ഹയ്യ അലൽ ഫലാഹ്, മാന്യമഹാജനങ്ങള് വിജയത്തിലേക്ക് വരൂ എന്ന് പറയുന്ന അനൗൺസ്മെന്റ് ആദ്യം മലയാളത്തിലാക്കണ്ടേ, തിരിയുന്ന ഭാഷക്കാക്കണ്ടേ. ആക്കിറ്റാലോ? ആക്കാൻ പാടില്ലാലോ. ആ വിഷയം നീ മിണ്ടുന്നില്ലാലോ. കാരണം നിനക്കും അറിയാതെ സാധാരണ അനൗൺസ്മെന്റ് അല്ല, അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അത് ദിക്റാണ്. അത് മുത്തുനബി തങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് എന്ന് നിനക്കറിയാവുന്നത് കൊണ്ട് നീ അത് അറബിയിൽ തന്നെയാവണമെന്ന് പറയുന്നെങ്കിൽ അതന്നെയാണ് പറയാനുള്ളത്. ഖുത്ബയും അറബിയിലാവണോ? കാരണം അത് ദിക്റാണ്, അത് കേവലം പ്രസംഗമല്ല. അത് കേവലം പ്രസംഗം ചെന്നെങ്കിൽ വെള്ളിയാഴ്ച ഉച്ചക്കന്നാണെന്നുണ്ട്. കേവല പ്രസംഗത്തിന് അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടാ? ശനിയാഴ്ച നസർക്കാക്കുന്നില്ലേ? തിങ്കളാഴ്ച 3 മണിക്കാക്കുന്നില്ലേ? ചൊവ്വാഴ്ച മരിത്തിനെട്ടിലാക്കുന്നില്ലേ? ബുധനാഴ്ച ബേക്കറി വീടിന്റെ കമ്പൗണ്ടിലാക്കിയിട്ടില്ലേ? അപ്പൊ അത് ഖുത്ബല്ല. ഇതാണ് ഖുത്ബ. ഇത് വെള്ളിയാഴ്ച ഓൺലി ഫ്രൈഡേ. അത് ഉച്ചക്ക് 3:30 മണിക്ക് പറ്റാല, 10:20 പറ്റാല. അപ്പൊ മനസ്സിലായി ഇത് ഖുത്ബ പ്രസംഗമല്ല. ഒന്ന്. രണ്ടാമത് നീ 11:05 ആടെ പ്രസംഗിച്ച പ്രസംഗം, ശനിയാഴ്ച നടത്തിയ പ്രസംഗം, അതിന് ഉളു പോണെന്ന് ആരെങ്കിലും ചെല്ലിന? നിങ്ങക്ക് തിരിഞ്ഞിട്ടില്ലേന്ന്? നിങ്ങളെ തിരിച്ചോളണം. ടൈമിലൂടെ അനക്ക് തിരിക്കും. ടൈം പോന്നൂടെ? വെള്ളിയാഴ്ചന്റെ ഉച്ചക്കന്നാണോ ജുമാ? അപ്പൊ ശനിയാഴ്ച പറ്റാല. അപ്പൊ ശനിയാഴ്ച നടക്കുന്ന പോലത്തെ പ്രസംഗം അല്ല വെള്ളിയാഴ്ചന്റെ അന്നത്തെ ഖുത്ബ. പിന്നൊന്ന്, വെള്ളിയാഴ്ച അന്നത്തെ ഖുത്ബക്ക് ഉളു നിർബന്ധമാണ്. ഫർളാണ്, ഉളു ശർത്താണ്. ഉളു ഇല്ലാതെ കണ്ട് ഖുത്ബ പറ്റില്ല. അവന്റെ ഖുത്ബ സ്വഹീഹല്ല. വെള്ളിയാഴ്ച 6:30 മണിക്ക് അവിടെ മജർപള്ളത്തോ അല്ലെങ്കിൽ കെതുമ്പാടിയിൽ അല്ലെങ്കിൽ ദൂരത്ത് പേരെന്ന് വരുന്നല്ലേ, മഞ്ചേശ്വര, കറോട, ഉദ്യാവരം, ആട, ഈ സൈഡില് വെള്ളിയാഴ്ച 5:30 മണിക്ക് നടക്കുന്ന പ്രസംഗത്തിന് ഉളു വേണമെന്നാരും പറഞ്ഞിട്ടില്ല. ശനിയാഴ്ച നടത്തുന്ന പ്രസംഗത്തിന് ഉളു ശർത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ വെള്ളിയാഴ്ച അന്നത്തെ ഖുത്ബക്ക് ഉളു ഫർളാണ്. അപ്പൊ അത് സാധാരണ ഖുത്ബയല്ല, സാധാരണ പ്രസംഗമല്ല, അത് തിരിയേണ്ട പ്രസംഗമല്ല. അത് ഓതുന്ന ആള് പുരുഷനായിരിക്കണോ? വെള്ളിയാഴ്ച അന്നത്തെ ഖുത്ബ ഓതുന്നയാള് പുരുഷനായിരിക്കണോ? ശനിയാഴ്ച നീ ശകുന്തളാനെ അവിടെ പ്രസംഗിപ്പിച്ച 3 ആണുങ്ങളും 4 പെണ്ണുങ്ങളെ കൊണ്ട് പ്രസംഗിപ്പിച്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച നീ ഇബ്രാഹിമിനെ കൊണ്ട് പിന്നെ ഗംഗാധരനെ കൊണ്ട് പ്രസംഗിപ്പിച്ച, ചൊവ്വാഴ്ച ജോൺ ജോസഫിനെ കൊണ്ട് പ്രസംഗിപ്പിച്ച, വ്യാഴാഴ്ച PC ജോർജിനെയും ശ്രീധരനെ കൊണ്ട് പ്രസംഗിപ്പിച്ച. പക്ഷെ വെള്ളിയാഴ്ച അന്നത്തെ ഖുത്ബക്ക് അത് മുസ്ലിമായിരിക്കണോ? അതോടൊപ്പം പുരുഷനായിരിക്കണോ? അതോടുകൂടി ഉളു ഉണ്ടായിരിക്കണോ? അതോടുകൂടി വെള്ളിയാഴ്ച ഉച്ചക്കാവണോ? അതും 40 ആളെ പോലെ എണ്ണം തിട്ടമാക്കപ്പെട്ടവരെ കേൾപ്പിക്കണോ? അപ്പൊ മനസ്സിലായി വെള്ളിയാഴ്ച അന്നത്തെ ഖുത്ബ അത് കേവലം പ്രസംഗമല്ല. അതങ്ങനെ അർത്ഥം നോക്കിയിട്ട് തിരിക്കാനുള്ള സ്പീച്ചല്ല. അത് ഇബാദത്താണ്, അത് ദിക്റാണ്. ആ ദിക്ർ എങ്ങനെയാണോ റസൂലുള്ള പഠിപ്പിച്ച, എങ്ങനെയാണോ സഹാബത്ത് പഠിപ്പിച്ച, അങ്ങനെ നടത്തണോ. അത് ബിൽ അറബിയ, അത് അറബി ഭാഷയിലാവണോ. അപ്പൊ അവിടെ മലയാളല്ലേ, തിരുന്ന ഭാഷയിലെല്ലാം ചെല്ലിട്ട് വെള്ളിയാഴ്ച മെല്ലെ ഗ്യാപ്പ് നോക്കിട്ട് അവിടേക്ക് പോയെങ്കിൽ നാളെ ആഖിറത്തിൽ നിങ്ങൾ നട്ടം തിരിയും. അതങ്ങനെ അതിനെ തിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് അതിനെന്നെ തിരിക്കണമെന്നുണ്ട്. ഈ 10 മിനിറ്റിന്റെ അതിനെന്നെ തിരിക്കണമെന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് നീ തിരിയുന്ന ഭാഷയിൽ അതിക്ക് തിരിച്ചിട്ട് തന്നെ പോകണമെന്നുണ്ടാ? പിന്നെ അത് മനുഷ്യന്മാർക്ക് തിരിയണ്ടേന്ന്. അപ്പൊ ഏത് ഭാഷയിലാക്കുന്ന ഇപ്പൊ? അതും കൂടെ മലയാളം. നാളെ കുന്നിലെ ഈ പള്ളി എന്ത് പള്ളി? മഞ്ചേശ്വരം കുന്നിലെ പള്ളിയില് 40 ആളും പുരുഷന്മാരും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ജുമാക്ക് പറ്റിയ ആൾ.
40 ആൾ. അതിലൊരു 20 പയ്യന്മാർ, ഒരു 10 ബംഗാളി, ഒരു 6 മലയാളി, അതേഴ്സ് തമിഴന്മാർ, മുസ്ലിംസ് എല്ലാം മുസ്ലിംസ്. നീ ഇപ്പൊ ഏത് ഭാഷയിൽ തിരിക്കും? തിരിയണ്ടേ. നീയല്ലേ ചെല്ലിയ ഖുതുബ, അത് തിരിയണോ? അത് സ്പീച്ച്, അത് പ്രസംഗം, അത് മനസ്സിലാണോ? ഓഡിയൻസിന്റെ ഭാഷ പോലാണോ? നീ ഇപ്പൊ ഓഡിയൻസിന് ഏത് ഭാഷ? നീ എന്തൊക്കെ ഇപ്പൊ ഇവിടെ നീ തിരിക്കാൻ പോയെങ്കിൽ എന്താ നീ? ഇപ്പൊ ഏത് ഭാഷയിൽ നീ തിരിക്കോ? അതിനാ പറഞ്ഞ തിരിക്കാൻ കണ്ട. അതങ്ങനെ തിരിക്കാനുള്ളതല്ല, അത് ദിക്റാണ്, അത് ഇബാദത്താണ്, അത് 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്തുള്ള കാര്യമാണ്. അത് റസൂലുള്ള എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ ചെയ്തു, സഹാബത്ത് എങ്ങനെ പഠിപ്പിച്ചു, എങ്ങനെ ചെയ്തു, അതുപോലെ ചെയ്യണം. അതിന് ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെച്ചിട്ട് ചെയ്യേണ്ടതല്ല. അത് അർത്ഥം വെച്ചിട്ട് ചെയ്യുന്ന മുന്നേ ബാങ്കിനെ മലയാളത്തിലാക്കണം, തമിഴന്മാർ തമിഴിലും ആക്കണം. ഇന്ത്യയിൽ ഏകദേശം 48 ഭാഷയിലാവും ബാങ്കി. പിന്നെ ഡിക്ഷണറി നോക്കിയിട്ട് അർത്ഥം വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് കണ്ടിയ മഹാന്മാർ കിതാബിൽ എന്താ എന്ത് പറഞ്ഞു? ഇങ്ങോട്ടോക്ക് വിശുദ്ധ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങള്, മുഅ്മിനീങ്ങള്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച നിങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഇത് ഖുർആനാണ്, ഖുർആനാണ്, ഖുർആനാണ്. ഞാൻ ഈ ഓതുന്നത് ബൈബിളല്ല, ഏതോ പുരാണമല്ല, ഏതോ പുസ്തകത്തിന്റെ ഏടുകളല്ല, ഭാഗമല്ല, ഏതോ കുറിപ്പല്ല. പൊന്നു മുസ്ലിം വിദ്യാഭ്യാസമുള്ള ബാല്യക്കാര എല്ലാവരും സ്പീച്ചും കേട്ടിട്ട് എല്ലാം വേണോ, എല്ലാം വേണോ, എല്ലാം നല്ല തന്നെ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കുന്ന സഹോദര, നല്ല പോലെ കേട്ടോ. നീ വഴിതെറ്റരുത്, നിന്റെ ഈമാന് ബടക്കാവരുത്, നിന്റെ ഇബാദത്ത് ബടക്കാക്കരുത്. ഖുതുബയെ പറ്റി അല്ലാഹ് പറഞ്ഞെന്തറിയാ? യാ അയ്യുഹല്ലദീന ആമനൂ, യാ മുഅ്മിനീങ്ങള്, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ചന്റെ നിസ്കാരത്തിലേക്ക് നിങ്ങൾക്ക് വിളിക്കപ്പെട്ടാൽ, വെള്ളിയാഴ്ചന്റെ പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കപ്പെട്ടാൽ, ജുമാ നിസ്കാരത്തിന് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, ആ ദിക്റ് കേൾക്കാൻ നിങ്ങൾ വേഗം പോണോ. അവിടെ ഖുതുബാനെ സംബന്ധിച്ച ദിക്ർ എന്ന് പറഞ്ഞിന്. അപ്പൊ ലോക്കൽ ഒരു സ്പീച്ച് അല്ല, അതൊരു വെറൈറ്റി ദിക്റാണ്. അത് എങ്ങനെ പറഞ്ഞു, ഏത് ഭാഷയിൽ പറഞ്ഞു, അത് അതേ ഭാഷയിൽ വേണോ, ദിക്റാണ്, സ്പീച്ച് അല്ല. ഹദീസിലും അങ്ങനെ, ബുഖാരിന്റെ ഹദീസാണ്, ബുഖാരിന്റെ 3211. എന്റെ കയ്യിലുള്ള കിതാബ് നാളെ ചിലപ്പോ പുതിയ എഡിഷൻ അല്ല, എങ്കിൽ നമ്പർ മാറും. അതിന്റെ ക്ലിപ്പ് വന്നിട്ടുണ്ട് 3211. അതില്ലല്ലേ, അത് എഡിഷൻ മാറുമ്പോ പേജ് മാറും, നമ്പറും മാറും. എന്റെ ഉള്ള പേജ്, എന്റെ ഉള്ള നമ്പർ തിരിഞ്ഞ നിങ്ങൾ പോയിട്ട് നിങ്ങളെ പേരിലും ഉണ്ടാവും, ബുഖാരി ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവും, അല്ലയാളെ. അപ്പൊ നിങ്ങൾ മറിച്ച് നോക്കുമ്പോ അല്ല 3211 പുസ്തകം പറഞ്ഞു കാണുന്നില്ല. 3211 വേറെ ഹദീസല്ലേ ഉള്ളത്. അതെ, അത് പുതിയ എഡിഷന്, പുതിയ അച്ചടി, പുതിയ ലിപി എല്ലാം ആകുമ്പോ അതിനനുസരിച്ച് ഇപ്പൊ ആയത്ര ചുരുക്കുന്നതല്ലേ, ഷോർട്ടല്ലേ ഇപ്പൊ എല്ലാം. പണ്ട് നമ്മൾ ഉമ്മ മോദിയ മുസാഫ് ഇത്ര വലിയ ഉണ്ടായി, സ്റ്റാൻഡിൽ വെക്കണം, തലങ്ങണേ മതിയായിക്കോ, എല്ലാം ഇങ്ങനെ വിരിച്ചു വെച്ചു, വലിയ അക്ഷരം. അതിപ്പോ ഷോർട്ടാക്കിയിട്ട് ചെറുതാക്കി അവസാനിപ്പോ മൊബൈലിന്റെ ഉള്ളിലായി. 1.5 MB നോക്കിയെങ്കിൽ ഫുള്ളുണ്ടായി. അപ്പൊ അപ്പുറപ്പുറം പേജ് അപ്പുറപ്പുറം, നമ്പർ ഇപ്പുറപ്പുറം. അത് വിട്. ഞാൻ ഫസ്റ്റ് ജില്ലെന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ ഫിത്തനാന്റെ കൊസ്ത്രാങ്കൊള്ളി വലിച്ചിട്ടിട്ട് നിങ്ങളെ അമലിനെ എന്റെ തലക്ക് വെച്ചിരുന്ന എനക്കില് കോണമേ കൊണക്കേടൊന്നും ഇല്ല. എന്നെങ്കിലും ജാഗ്രത ആയിക്കോളി. അള്ളാഹു മജ്ലിസിന്റെ വർക്കത്തോട് ഞങ്ങളെ കാക്കട്ടെ. റസൂലുള്ള പറഞ്ഞ ഹദീസിലെ കാണാം, ഫൈദാ ഖറജൽ ഇമാമു ഹളറത്തിൽ മലായിക യസ്തമിഊന ദിക്റാ. ബുഖാരി. എന്താ അവിടെയും പറഞ്ഞത്? എന്താ അവിടെ പറഞ്ഞേ? ഫൈദാ ഖറജൽ ഇമാം, ഖുതുബ ഓതാൻ വേണ്ടിയിട്ട് ഖത്തീബ് സാഹിബ് മിമ്പറിലേക്ക് പുറപ്പെട്ടെങ്കിൽ, ഖുതുബോദിനെ കഴിഞ്ഞെങ്കിൽ, അയാൾ ഖുതുബോദാൻ തുടങ്ങിയെങ്കിൽ, ഹളറത്തിൽ മലായിക, അവിടെ ഓരോരുത്തരുടെ പേരും വിവരവും ആധാറിന്റെ കാർഡിന്റെ നമ്പറും പേരെല്ലാം എഴുതുന്ന മലായികത്തിങ്ങൾ ഉണ്ടായി. ജുമാക്ക് വരുന്ന ഓരോരുത്തരെയും നമ്മൾ ലിസ്റ്റ് എടുക്കുന്നു. മലായികത്തിങ്ങ നിങ്ങളെ ലിസ്റ്റ് എടുത്തിന് ഞങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കാണാനല്ല.
അവർ കാണാൻ പറ്റുന്ന ജാതിയല്ല. ആര് എപ്പ വന്ന് എങ്ങനെ വന്ന് ഏടുന്ന് വന്ന് എന്തയാളെ പേര് എന്നെല്ലാ വിവരവും ആ പള്ളിന്റെ ഗേറ്റിന്റെ അവിടെ മലായികത്ത് എഴുതി വെക്കുന്നു. നിങ്ങൾ കണ്ടിനാരാ? ആ ഉള്ളില് മാസികവും തികയുന്ന സെക്രട്ടറിനെ മാത്രല്ലേ, ബാക്കി പട്ടി അയാളെ മാത്രമല്ല കണ്ടില്ലേ. അതിന്റെ മുന്നോട്ട് മലായികത്തും ഉണ്ട്. എല്ലാരും പേരും എഴുതിയിട്ട് ഏതുവരെ ഏതു പറഞ്ഞ ഖത്തീബ് സാഹിബ് ഹുത്തുബോധാൻ കേറുന്നത് വരെ എഴുതും. അമ്മഞ്ഞിൻ്റെത്, ഷേഖാലി, പോക്കോറു, ഇബ്രായി, അബ്ബാസ്, നൗഫല് എല്ലാരും പേരും എഴുതും. അങ്ങനെ എഴുതിയിട്ട് ഹുത്തുബാക്ക ഖത്തീബ് കേറിയെങ്കിൽ ഹളറത്തിൽ മലായിക്ക ബുക്ക് മടക്കും, പെന്നും ബുക്കും, അവരും പോയിട്ട് ഹുത്തുബ കേൾക്കും. ആ ഹുത്തുബാനെ സംബന്ധിച്ച് കേൾക്കുന്ന സ്റ്റൈലിനെ സംബന്ധിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അവർ ദിക്ർ കേൾക്കാനിരിക്കും. അതേതാ കേൾക്കുന്ന ദിക്ർ? ഹുത്തുബ. അപ്പൊ ഹുത്തുബ എന്താണ്? എന്തത്? ദിക്റാണ്. അത് നോ സ്പീച്ച്, അത് ലോക്കൽ സ്പീച്ച് അല്ല. അതങ്ങനെ തോന്നിയ പോലെ തിരിക്കാനുള്ളതല്ല. അതിന് ഭാഷയുണ്ട്, അതിന് ഷർത്തുണ്ട്, അതിന് ഫർളുണ്ട്. അതുകൊണ്ട് ഇമാമിങ്ങളെല്ലാം പറഞ്ഞു അസഹുമാ വബിഹി ഖതഅൽ ജമൂർ യുഷ്തറതു ലിഅന്നഹു ദിക്റുൻ മഫറൂദ്. അത് ഫർളാക്കപ്പെട്ട ദിക്റാണ് മാത്രമല്ല, അത് ഫശുരിത ഫീഹിൽ അറബിയ, അതിലെ അറബി ഭാഷ നിർബന്ധമാണ്. ചൊല്ലുമ്പോലെ അതുപോലെ തന്നെ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു നിങ്ങൾ കണ്ട് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണോ? റസൂല് നിസ്കരിക്കുന്നത് അങ്ങനെ കണ്ടിനെ അറബിയിൽ ഓതുന്നായിട്ട്. അത് റസൂലുള്ള അറബി അല്ലേ, അങ്ങനെ അറബിയിൽ ഓതീനെ ഒക്കെ അങ്ങനെ റസൂലുള്ളാഹിക്ക് ചെല്ലാഞ്ഞല്ലേ. നിങ്ങൾ മലയാള നാട്ടിലെല്ലാം പോവും, നിങ്ങളെ ഭാഷ തന്നെ ഓതിക്കൊള്ളണം ചെല്ലിട്ടാലോ. 1400 ആണ്ടുകൾക്ക് മുമ്പേ ഞാൻ പറഞ്ഞു ഹിജ്റ 5 തന്നെ സഹാബത്ത് ഇവിടെ വന്നിട്ട് ഒരൊറ്റ പള്ളിയിലും അവർ മലയാളത്തിലോ തിരിയുന്ന ഭാഷയിലോ ഖുതുബ ഓതിയ ചരിത്രം എവിടെയില്ല, എവിടെയുമില്ല. ആദ്യമായിട്ട് ഖുതുബ പരിഭാഷപ്പെടുത്തിയത് തുർക്കിയിലാണ്. പിന്നെ തുടങ്ങിയ തിരിയണോ അവസാനം തിരിച്ചിട്ട് അമ്മ എന്തായി? തല്ലായിട്ട് പള്ളി വരെ വന്നവരെ. അവർ ചങ്ങായിട്ട് പ്രസംഗം കേട്ടിട്ടില്ല നിങ്ങൾ? കാസർഗോഡ് അമീർ ഹോട്ടല്. അത് പിന്നെ ഒരു കൂട്ടം ഒരു ബിദഅത്തിന്റെ അഹ്ലുകാർ ഓറന്നെ 10-18 പാർട്ടി ഉണ്ട്. ആരെയും വിളിക്കണ്ട, ആരിലും സായം തേടാണ്ടെന്ന് ചെന്ന ഒരു കൂട്ടർ. ആരെ വിളിച്ചങ്ങോ മോശമില്ല, ജിന്നിനെ വിളിക്കുക, ആരെയും വിളിക്കണ്ട, ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞ് പിന്നെ ഒരു കൂട്ടർ അങ്ങനെ കുറെ സൈസ് വരില്ല, കുറെ സൈസ്. മന്ത്രം വേണ്ട, മന്ത്രിക്കണ്ട, മന്ത്ര ശിർക്ക്, മന്ത്രം തന്ത്രം കുതന്ത്രം എന്നെല്ലാം പറഞ്ഞിട്ട് പണ്ട് സ്പീച്ചാക്കി. മന്ത്രിക്കുന്നവരെ എന്തെല്ലാം തമാശാക്കി, മന്ത്രിച്ചിരുന്ന തങ്ങന്മാരെ ഉസ്താദുമാരെ തമാശാക്കിട്ട് പറഞ്ഞ് കണ്ട മന്ത്രിച്ചിട്ട് ഊതിയിട്ട് തുപ്പുന്നു. ഏത് ഉസ്താദുമാർ തുപ്പീനെ മന്ത്രിച്ചിട്ട്? ഏത് തങ്ങ തുപ്പീനെ എന്നെല്ലാം ഓർ എഴുതിയതാണ്, ഓർ പരിഹസിച്ചതാണ്. അങ്ങനെ എഴുതിയ ഇവർ ഇന്നിപ്പോ എന്താ എഴുതിനെ? മന്ത്രിക്കണോ? അത് ദീനിലുണ്ട്, നബി തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്, അത് പരിശുദ്ധ ഈമാനാണ്. മന്ത്രിച്ചിട്ട് ഊതാണോ മാത്രല്ല, അടുത്തുള്ള മനുഷ്യനെ മന്ത്രിച്ചിട്ട് നിങ്ങൾക്ക് ഊതാന് സൗകര്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ PVC പൈപ്പ് പോലത്തത് കുടിച്ചിട്ട് ഊതണോ? ഞങ്ങൾ അങ്ങനെ ചെല്ലില്ല. നീ ചിരിക്കാൻ പറയുന്നല്ലേ, ഇതെല്ലാം ഉണ്ട് ഗാലറി. എന്റെ ഗാലറി വീടി നിങ്ങൾക്കും കാണും, നെറ്റിലുണ്ട്. അല്ല സർ, ഞങ്ങൾ ഭയം നോക്കിയെങ്കിലും കാണാം. അങ്ങനെ നോക്കണത് ബുഖാരിന്റെ അതീതൊന്നും അല്ല, അതിന്റെ ബാക്കിൽ നിന്ന് പോണ്ടേ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. പിന്നെ അത്രയും വലിയ ഒരു വിശ്വാസാന്നില്ലെങ്കിൽ നോയിക്കോളി. ഫസ്റ്റ് എന്ത് പറഞ്ഞു? മന്ത്രിക്കുന്നു മന്ത്രം തന്ത്രം കുതന്ത്രം, വേറെ മന്ത്രിക്കുന്നു, കുരുപൊട്ടിങ്ങും മന്ത്രിക്കുന്നു, തങ്ങന്മാർ മന്ത്രിച്ചു തുപ്പുന്നു. ഏതങ്ങന്മാർ തുപ്പിനേട്? ഏത് ഉസ്താദുമാർ തുപ്പിനേട്? റസൂലുള്ളാഹി തങ്ങൾ മന്ത്രിച്ചില്ലേ? ഹസൻ ഹുസൈൻ തങ്ങന്മാർക്ക് മന്ത്രിച്ചില്ലേ? സഹാബത്ത് മന്ത്രിച്ചില്ലേ? ബുഖാരിന്റെ ഹദീസിലുണ്ട്, ബുഖാരിന്റെ ഹദീസില് തുടക്കത്തിലേ ഉണ്ട്. മുസ്തഫായ നബി തങ്ങളുടെ സഹാബത്ത് യാത്ര പോകുമ്പോ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ ഒരാൾ പാഞ്ഞു വരുന്നു. മുസ്ലിം അല്ല അയാൾ. സഹാബികൾ ഇങ്ങനെ പോകുമ്പോ ഒരാൾ പാഞ്ഞു വരുന്നു. പാഞ്ഞു വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെ കൂട്ടത്തില് മന്ത്രിക്കുന്നയാളുണ്ടോ? മുറുക്കിയുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്ന ടൈം ആയാലേ? നിങ്ങൾ ശ്രദ്ധിച്ചു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, വേഗം തീർത്ത. നിങ്ങളെ കാട്ടി മുന്നേ അണക്ക് തിപ്പി കൊടുന്നു.
സഹാബത്തിനോട് വന്നിട്ട് അയാള് പാഞ്ഞു വന്നിട്ട് സേങ്ങിട്ട് ഏങ്ങലടിച്ചിട്ട് വരുന്നു. അയാള് വന്നിട്ട് ചോദിച്ചെന്തരോ സഹാബത്തിനോട്, ഇത് ബുഖാരിയാണ്, ഇത് ബുഖാരിയാണ്, അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. നല്ല പോലെ കേട്ടോ. ആ മനുഷ്യൻ പാഞ്ഞു വന്നിട്ട് ചോദിച്ചെന്തറിയാ, സഹാബത്ത് നിങ്ങളെ കൂട്ടത്തില് മന്ത്രിക്കുന്ന ആളുണ്ടോ, മുർക്കിയുണ്ടോ? എന്നെ നോക്കി ആരുണ്ടോന്ന് കേട്ട? മുർക്കി ചെല്ലെങ്കിൽ മന്ത്രിക്കുന്ന ആള്. കേട്ടില്ലേ? മുർക്കി. ഈ മുർക്കി അത് കുറച്ച് ലോപിച്ചിട്ടാണ് മുക്രി നൈന്. കാരണം ഏറ്റവും കൂടുതൽ മന്ത്രിക്കുന്ന മുക്രിമാർ. പിന്നെ അങ്ങനെ ആ പേര് അവർക്ക് ഫിറ്റാക്കിയെന്നാണ് ഭാഷാശാസ്ത്രം. അല്ല സാർ, നമ്മളെ മന്ത്രിക്കുന്നേ ഇല്ല. അല്ല, മന്ത്രിക്കാതിരിക്കട്ടെ എന്നെങ്കിലും ആ വാക്ക് ഇങ്ങനെ ലോപിച്ചിട്ടാണ് ആ പദം വന്നേ. ഉദാഹരണത്തിന് കേരളത്തിന്റെ പേര് കേരള എന്നല്ലല്ലേ? കേരളത്തിന്റെ പേരൊന്നും BA ഡിഗ്രി അല്ലേ, MA അല്ലേ, PhD അല്ലേ? കേരളത്തിന്റെ മുന്നത്തെ പേരെന്ത്? ഖൈറുള്ള. 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 ഇത് ഞമ്മ എന്താന്നറിയാലോ, പല്ല് തേക്കാഞ്ഞിട്ടാ അല്ല നാവും അറിയാഞ്ഞിട്ടാ. ഖൈറുള്ള ഖൈറുള്ള കേരള 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 സംഗതി അങ്ങനെ ആയി. ഏതോ ഈ മുക്കുറി തിരിഞ്ഞ സംഗതി ഭാഷ ഒരു പ്രയോഗം. അതിനിപ്പോ അതിൽ തെറ്റൊന്നുമില്ല. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഇയാള് വന്നിട്ട് കേട്ട് നിങ്ങളുടെ മന്ത്രിക്കുന്ന അരങ്ങുണ്ടാ? സഹാബത്ത് പറഞ്ഞുണ്ടല്ലോ, എന്ത് പ്രശ്നം? എന്തുമില്ല, ഞങ്ങളെ നേതാവിനെ പാമ്പ് കടിച്ചു. പാമ്പ് ശരിയാ പാമ്പെന്തോ അല്ല, ഓല പാമ്പെന്തോ അല്ല, നല്ല കാരമുള്ള പാമ്പ്, വിഷമുള്ള പാമ്പ് കടിച്ചു. വിഷമുള്ള പാമ്പ് കടിച്ചു എന്ന് മാത്രമല്ല, വിഷമേറ്റിട്ട് അയാളെ ബോധം കെട്ട് കിടക്കുന്നു. ഈ വിഷമേറ്റ മനുഷ്യനാര്? അയാള് ഞങ്ങളെ പോലത്തെ ആളല്ല. അയാള് ഞങ്ങളെ ലീഡറാണ്, ഞങ്ങളെ ഗോത്രത്തിന്റെ നേതാവാണ്. അയാൾക്ക് പാമ്പ് കടിച്ചിട്ടുണ്ട്, വിഷമേറ്റിട്ടുണ്ട്, ബോധം കെട്ടിട്ടുണ്ട്. മന്ത്രിക്കാൻ അറിയാമോ? ചുരുക്കട്ടെ, സഹാബത്ത് ചെന്നു മന്ത്രിച്ചോ? പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നന്നായിട്ട് അത് അറിയുന്നവർ മന്ത്രിച്ചപ്പോ ഊതിയപ്പോ അവന്റെ ബോധം തെളിഞ്ഞോ? കണ്ണു തുറന്നോ? കരിവാളിപ്പ് മാറി, എല്ലാം റാഹത്തായി മംഗളമായി. അയാള് നല്ല പടി പോലെ നിന്നു. അയാൾക്ക് നല്ല സന്തോഷായി. ആ മനുഷ്യൻ എന്ത് ചെയ്തറിഞ്ഞ? അയാൾ എന്ത് ചെയ്തറിഞ്ഞ? ഒരു കുറെ ആടും മറ്റു കാര്യങ്ങളൊക്കെ ഈ സഹാബത്തിന് സമ്മാനമായിട്ട് കൊടുത്തു. ബുഖാരിന്റെ ഹദീസ് ഡിങ്കന്റെ കഥയല്ല, കാൽപ്പനിക കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഐതിഹ്യ പുരാണമല്ല, വ്യാജ വാർത്തയല്ല. സ്വഹീഹുൽ ബുഖാരി. ബോധം തെളിഞ്ഞിട്ട് ഉഷാറായി, റാഹത്തായി, ഖുശിയായി. എപ്പോഴും ചത്തിരി പോണ്ടിയതല്ലേ? മന്ത്രിച്ചിട്ടാകുമ്പോ അയാൾ എന്താക്കി അറിഞ്ഞ? ഒരു കുറെ സമ്മാനം, ആട് അതെല്ലാം കൊടുത്തിട്ട് ഓർ മേങ്ങി. സഹാബത്ത് മേങ്ങിയിട്ട് പിടിച്ചിട്ട് അതിന്റെ വള്ളിയും പിടിച്ചോണ്ടോ അതിനിങ്ങനെ ആട്ടിക്കൊണ്ട് തെളിയിച്ചോണ്ട് ഇങ്ങനെ പോയിട്ട് പാതിക്കെത്തുമ്പോ ഒരു 3 കിലോമീറ്റർ അല്ല 1.5 കിലോമീറ്റർ എന്ന് അറിയാല. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം, പാതിക്കെത്തുമ്പോ ഒരു ഗ്രൂപ്പായി രണ്ട്. ആര് വാർത്തയായി? സഹാബത്ത് വാർത്തയായി. ഇത് പണ്ടേ ഉണ്ട്. നമ്മളിത് മാത്രം എന്തായി? കടിയും കൂടി ഇല്ലാത്ത വാർത്തയായി പോയി. സഹാബത്ത് വാർത്തയായി എന്തറിഞ്ഞ? എന്തേ മന്ത്രി ചെയ്തിട്ടല്ലേ? അങ്ങനല്ല വാർത്തയായി. മന്ത്രിച്ചതെല്ലാം ഓക്കെ, എല്ലാവർക്കും സമ്മതം തന്നെ. അയാൾ ഉഷാറായതും ഭാര്യ കുസിയായി, സന്തോഷായി. പക്ഷെ മന്ത്രിച്ചിട്ടല്ലായിട്ട് അയാൾ ഉഷാറായിട്ട് പിന്നെ ആട് അത് ഇതെല്ലാം തന്നല്ലേ, കുറച്ചുള്ള ആട് എല്ലാം തന്നല്ലേ, അതിനെല്ലാം ഞാൻ മേങ്ങിയത് ശരിയല്ല. മന്ത്രിച്ചിന് കൂലി മേങ്ങിയത് എനക്കൊരു സമാധാനം ഇല്ല എന്ന് ഒരാൾ ചെല്ലുമ്പോ അയാളൊക്കെ 3 ആൾ കൂടി. അതങ്ങനല്ലേ, ഏതൊരാൾക്കും ആളുണ്ടല്ലേ. ഉമ്മാനെ തച്ചോന്റെ ഒക്കെ 6 ആളുണ്ട്. ഉമ്മാനെ തച്ചിട്ട് വന്നമോ പള്ളിൻ്റെ മറ്റിയൊന്നും എന്റെ മനയെ തച്ച് തലമണ്ട പൊട്ടിച്ചു. അപ്പൊ എല്ലാവരും ചെല്ലി, പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, ഉസ്താദ്, നാട്ടില് എല്ലാവരും പറഞ്ഞ് ഒരു കുരുത്തം കെട്ടാനെ ഉമ്മാനെ തച്ചന്. അപ്പൊ ഓന്റെ കൊത്ത 3 ആൾ കൂടിയിട്ട് ആ ഉമ്മാനെ തയ്ക്കുന്നല്ല ചവിട്ടിന് ഞരക്കണ്ടി. ഓന്റെ കൊത്ത ആളുണ്ട്, ആ മോന്റെ കൊത്ത ആളുണ്ട്. ഇയാൾ ഈ
മഹാന്മാരൊക്കെ ആള് കൂടി തർക്കായിട്ട് മേങ്ങിയത് ശരിയല്ല, മന്ത്രിച്ചത് ശരി, അതിന് കൂലി മേങ്ങിയത് ശരിയല്ല, അതുകൊണ്ടത് ശരിയല്ല, അത് ശരിയെന്നൊരു കൂട്ടര് തർക്കായി ഭയങ്കരായി പിന്നെ വാക്കായി പിന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പുറം ആക്കാൻ നോക്കുമ്പോ ഒരു വയസ്സിന്റെ ഒരു സാബി പറഞ്ഞു, നിങ്ങ കൂറ്റാക്കണം, നിങ്ങ തല്ലും കോച്ചാക്കണം, ഞങ്ങക്ക് കേൾക്കാനും പിടിക്കുന്ന ഒരാളുണ്ട്, നിങ്ങൾ ആളില്ലാത്ത പോലെ ആക്കുന്നതിന് പോയി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ട് കേക്കാ. നിങ്ങൾ ഇപ്പോഴെന്നെ നിക്ക് സബുറി അതിനെപ്പോൾ യൂത്ത് വിങ്കായെങ്കിലും ഒരു മൂത്ത വിങ്കിന് അതിന്റെ മീത്ത വെച്ചോളൂ, അത് ഈ ഗടിപിടിയാകുമ്പോ വേണ്ടി വരും. നിങ്ങൾ വെച്ചിട്ടില്ലേ? ചില ആൾക്കാർക്ക് അയാൾ ഗൗരവാധ്യക്ഷരാക്കുന്നതിന്, അയാളെ സലഹ സമിതി ചെയർമാൻ ആക്കുന്നതിന് ആ ഉള്ളനെ കൊണ്ട് ഇത്ര കാലം ബാക്കിയായി, അല്ലെങ്കിൽ എപ്പോഴേ പോയി ചാട്ടി കണക്ക് കേട്ടിട്ട് തല്ലാക്കിയിട്ട് വിരിച്ചിട്ട് ബാക്കി വട്ടിയുണ്ട്, ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. വയസ്സന്മാർ പോണ നാട്ടിൽ ഒരു ബർക്കത്താണ്. ഏത് വയസ്സാണ്? ദീനും നിലപാടും ഈ ബാധത്തും കാര്യമല്ല, എപ്പോഴും മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന വയസ്സൻ, അല്ലാണ്ട് വന്നവരെ പൊതു തെറ്റിക്കുന്ന വയസ്സനല്ല. അവൻ ഇല്ലെങ്കിൽ ഒന്നു. രണ്ടാമത് ഇങ്ങനത്തെ ചെക്കന്റെ പൊതു തെറ്റിക്കേണ്ടത് ഇത് എപ്പോൾ 364 കഞ്ചാവും വലിച്ചിട്ട് MDM കേസിലിട്ട് നടക്കുന്നവന് പൊതുവിന് ഒരു പൊതുവാ കൊടുക്കും. അവന് കൊടുത്താൽ ഞങ്ങളെ പെണ്ണിന്റെ അവസ്ഥ എന്താവും? അള്ളാഹു കാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ മക്കളെ കാക്കട്ടെ, അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, ഞങ്ങളെ മക്കളല്ല കാക്കട്ടെ, ഞങ്ങളെ മക്കളല്ല നല്ല കുടുംബത്തിലേക്ക് എത്തിക്കട്ടെ, കെട്ടിച്ചു പോയവർക്കിടയിലും വന്നവർക്കിടയിലും അള്ളാഹു സന്തോഷം നൽകട്ടെ. സഹാബത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ നടന്ന എല്ലാ ചരിത്രങ്ങളും പറഞ്ഞു, സ്റ്റോറി പറഞ്ഞു, ഞങ്ങളതാ ഒരാൾ കൊണ്ടുപോയിട്ട് മന്ത്രിപ്പിച്ചു നബിയേ, ഞങ്ങൾ മന്ത്രിച്ചു കൊടുത്തു നബിയേ, അയാളെ ബോധം തെളിഞ്ഞു നബിയേ, ഉഷാറായി നബിയേ, അയാൾക്ക് സന്തോഷമായിട്ടാകുമ്പോ അയാൾ ഒരു കുറെ സമ്മാനം തന്നു നബിയേ, ഇത് ഈ കാണുന്ന ആടും കാര്യങ്ങളൊക്കെ അയാൾ തന്നതാണ് നബിയേ, ഇത് ഞങ്ങൾക്ക് വാങ്ങാമോ, ഇത് പറ്റുമോ നബിയേ, അതല്ല തിരിച്ചു കൊടുക്കണോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതറിയാം, കൊടുക്കണ്ട, അത് വാങ്ങാൻ പറ്റും, അത് അയാളെ സമ്മാനമാണ്, നിങ്ങൾക്കുള്ളതാണ്, അത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടിയതാണ്, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, കൊടുക്കണ്ട, അത് വാങ്ങിയത് ശരിയാണ്, കൊടുക്കണ്ട, നിങ്ങൾ എടുക്കണോന്ന് മാത്രമല്ല അതിലൊരു ഭാഗം എണക്കും വേണോ, കാരണം നിങ്ങൾക്ക് ഈ മന്ത്രം പഠിപ്പിച്ചത് ഞാനാണ്. ഖാല റസൂലുള്ളാഹ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? മന്ത്രിപ്പിക്കണമെന്ന് മനസ്സിലായി ഉസ്താദ്? അതുമാത്രം മനസ്സിലായിനെ? മന്ത്രിച്ചെങ്ങ ആ വണങ്ങിയ 10ന്റെ നോട്ടെന്നെ കൊടുക്കാൻ കഴിയാ, വലിയ ആ 2000ന്റെ തന്നെ കൊടുക്കണോ? ഓർ കൊടുക്കുന്ന ആട് നീ അണ്ണാക്കിനാക്കി പൂഞ്ഞിട്ട് അടിയിൽ എടുക്കുന്ന അളാഷ്ടത്തെ നോട്ടു, അതിന്റെ മീത്ത് 500 ഉണ്ടോ, ആ മഞ്ഞ 200 ഉണ്ടോ, ഒരു നീല ഇതെല്ലാം മിക്സ് ഒരു 50 ഉണ്ടോ, നല്ല സ്ട്രോങ് നീലന്റെ 100 ഉണ്ടോ, അതിന്റെ അടിയിൽ 10 എടുത്തിട്ട് മുസല്ലക്കിടുന്ന വരുന്നില്ല, ഇത് വരുന്നോടുന്ന് പറ്റിനല്ലേ, നക്കിട്ട് എടുത്തിട്ട് ഡബ്ബിക്കിടുന്ന് മന്ത്രിച്ചുവിന് കൊടുക്കുന്നു. നല്ലത് കൊടുക്കണമെന്നാണ് ഒരു പാഠം, ഒന്ന് മന്ത്രിക്കാമെന്നത് ഒരു പാഠം, രണ്ടാമത് മന്ത്രിച്ചങ്ങ് ഹദിയ കൊടുക്കണമെന്ന് രണ്ടാമത്തെ പാഠം, മൂന്നാമത് തെറ്റല്ല. ഇതെല്ലാം പണ്ടേ ഉണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങളെ കൊണ്ടിട്ട് മന്ത്രിപ്പിക്കണമെന്നൊന്നും അല്ല. ഈ മന്ത്രത്തെ ആയിരുന്നു ഇവർ തമാശയാക്കിയത്. പുത്തനവാദികള് അത് ഇസ്ലാമിലില്ല, അത് ഇവർ പൈസക്കുണ്ടാക്കിയ ഏർപ്പാടാ, ഓർക്ക് പള്ള വീർപ്പിക്കാൻ, ഓർക്ക് കാശുണ്ടാക്കാൻ, ഇതെല്ലാം ഓർണ്ട. ഓർ ചെല്ലൻ അങ്ങനല്ലേ, മൗലിദ് കഴിക്കല്, മൗലിദ് കഴിക്കല്, റാത്തിബ് കഴിക്കല്, കുത്തുബിയത്ത് കഴിക്കല്, എല്ലാം കഴിക്കൽ തന്നെ. ഇത് കഴിക്കാൻ വേണ്ടി തന്നെ ആക്കിനേ നമ്മള് തമാശാക്കും. മൗലിദ് 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 കഴിക്കൽ, റാത്തിബു കഴിക്കൽ, സലാത്ത് വാർഷികം കഴിക്കൽ, അവ തിന്നോനെന്നാക്കിയ വേറെ പരിപാടി ഇത് ഇസ്ലാമിലില്ല. ഈ ചങ്ങായി അവൻ നിന്റെ കേൾക്കുന്ന സുന്നത്ത് കഴിക്കൽ, കിടാനെ സുന്നത്തിരുന്നില്ലേ, ഇരുത്തിക്കേ അല്ല, നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലേ? കിടാനെ സുന്നത്തിരുന്നില്ല ഹബീബ, നമ്മൾ ഇരുന്നിട്ടില്ലേ? അതിനങ്ങനെ ചെന്ന നിങ്ങെന്ത് ചെന്ന് സുന്നത്ത് കഴിക്കൽ, അതിന്റെ അർത്ഥം എന്താ? ബാക്കി ബീസിനെ തിന്നലെന്നാ?
ഈ ചങ്ങായി അങ്ങനെ അർത്ഥം വെക്കണ്ടേ? ഇപ്പോ മൗലിദ് കഴിക്കലിന് തിന്നാൻ വേണ്ടിട്ടാക്കിയ പണിന്ന് അർത്ഥം വെച്ച ചങ്ങായി സുന്നത്ത് കഴിക്കലും ചെല്ലുമ്പോ തിന്നാൻ വേണ്ടിട്ടാക്കിയ ഏർപ്പാടെന്ന് പറയണ്ടേ? പറയോ നീ? അപ്പൊ തിന്നാനുള്ള ഏർപ്പാടല്ലാതെ അതൊരു പ്രയോഗം മാത്രം. ഈത്തിക്കാഫ് ഇരിക്കൽ എന്ന് പറയും. നമ്മ ഈത്തിക്കാഫ് ഇരിക്കൽ, പള്ളിന്റെ ഉള്ളിൽ ഈത്തിക്കാഫ് ഇരുന്നങ്ങ് കൂലി, നടന്നങ്ങ് കൂലിയില്ലേ? പള്ളിന്റെ ഉള്ളിൽ ഈത്തിക്കാഫിന്റെ നിയത്ത് വെച്ചിട്ട് ഉറങ്ങി കൂലിയില്ലേ? പള്ളിന്റെ ഉള്ളിൽ ഈത്തിക്കാഫിന്റെ നിയത്ത് വെച്ചിട്ട് ചാരിറ്റി നിന്നങ്ങ് കൂലിയില്ലേ? ഉണ്ട്. അപ്പൊ ഇനി ഇരുന്നെങ്കിലും അതൊരു പ്രയോഗം, അതൊരു ചെലുത്ത് മാത്രം. അതിന് വലിയ നെയ്യപ്പം ചെന്നല്ലേ? നെയ്യുണ്ടായില്ലേ? അതിനാരും വലിച്ചിടഞ്ഞാവാ നെയ്യില്ല മണ്ണിക്കാൾ വന്നതിന് നെയ്യപ്പം ചെന്നതിന് അതൊരു ചെലുത്ത് മാത്രം. അതിന് വലിയ കാര്യാക്കണ്ട. അതിനെല്ലാം പിടിച്ചിട്ട് തൂങ്ങാനുള്ളതല്ല. മൗലിദ് കഴിക്കൽ, റാത്തിബ് കഴിക്കൽ, ഉറൂസ് കഴിക്കൽ, തിന്ന വേണ്ടുള്ള പരിപാടി മൗല്യമാറാക്കിയത്, തങ്ങമാറാക്കിയത്, നാട്ടുകാറാക്കിയത്, പള്ളിക്കാറാക്കിയത്. അപ്പൊ ഈ കണക്കിന് സുന്നത്ത് കഴിക്കൽ നീ തിന്നുവേ? പീസ് തിന്നിനെ മോൻ്റെത് അല്ല. തമാശാക്കുന്നതിന് പരിധിയുണ്ട്. ദീനാണിത്. തോന്നിയ പോലെ മനുഷ്യന്മാരെ പറയരുത്, ദീനെ പറയരുത്. ഇരിക്കട്ടെ, വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് നീണ്ടുപോകുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, പരിശുദ്ധമായ ദീന് പറയുന്നു, മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. നന്നായിട്ട് കേട്ടോ. ഞാൻ ഒരു വിഷയം പറഞ്ഞിട്ടുള്ള ഖുതുബ മാത്രം, വേറെ എല്ലാ വിഷയം പറഞ്ഞപ്പോ നേരം വെളുക്കുമല്ലേ ഇല്ലേ? അതുകൊണ്ട് അത് അത്തഹിയാത്ത് പോലെ, തക്ബീറത്തുൽ ഇഹ്റാം പോലെ, മുസ്തഫായ നബി തങ്ങൾ നിസ്കരിച്ചിട്ട് കാണിച്ച നിസ്കാരം പോലെ തന്നെയാണ് ഖുതുബ. അതുകൊണ്ട് അറബി മസ്റ്റാണ്. ജാഗ്രത. തിരിയണോ പോയിട്ട് തിരിഞ്ഞാൾ ആഖിറത്തിൽ നട്ടം തിരിയണ്ട. ഞങ്ങളെ ലാഭത്തിനല്ല. നീ ഇപ്പൊ 4 ആൾക്കാർ കൂടിയും കൂടെ ജുമാ നടക്കും, ഖുതുബ നടക്കും. നാളെ നിന്റെ ഇബാദത്ത് ആഖിറത്തിൽ വെടക്കായി പോണ്ട. ജാഗ്രത. തർക്കമുള്ളവരെ തർക്കന്ത് തിരിയുന്ന ഭാഷയിലാക്കി സഹിയാവാ ആവേലേ? സഹിയാവേലാൻ സഹിയാവുന്നവർ ഞങ്ങൾ പറയുന്ന വെറുതെ അല്ല. ആയത്തും ഹദീസും കിതാബും വെച്ചിട്ട് അവർക്ക് വൺലി ബുദ്ധി മാത്രം. പ്രസംഗല്ലേ ഞങ്ങൾ ചെന്നതിന് പ്രസംഗം മാത്രമല്ല, ആയത്ത് ഹദീസ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ശരിയാവേല എന്ന് പറയുന്നത്. അതിലാണ് തർക്കമുള്ളത്. അതേ സമയത്ത് അറബിയിലോതി അങ്ങ് സഹിയാവേല എന്ന് അവർക്ക് അഭിപ്രായം ഇല്ല. അതവരും പറയുന്നു സഹിയാവും. അപ്പൊ പിന്നെ ഇല്ലല്ലോ അവന്റെ കൂടേണ്ടിയെ. നല്ലോണം ജാഗ്രത കൂടെ. ഇന്നത്തെ ബാല്യക്കാർ നല്ലോണം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് റജബ് മാസാണ് പരിശുദ്ധമായ മാസമാ, പുണ്യമേറിയ മാസമാ, അള്ളാന്റെ മാസമാ. റജബുൻ ഷഹറുല്ലാഹ്, ഏറെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധമായ റമളാനിന്റെ മുന്നോടിയായി ഏറെ പുണ്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിപാവനമായ മാസമാണ് ഈ റജബ് മാസം. ഈ റജബ് മാസത്തിലാണല്ലോ 5 നേരം ഫർളാക്കപ്പെട്ടത് നിസ്കാരം. ഈ റജബിലാണല്ലോ മിഅ്റാജ് എന്ന അത്ഭുതമുണ്ടായത്. സറൈത മിൻ ഹറാമിൻ سريت من حرام ليلا إلى حرام كما سار البدر في تاج من الظلام جل مولاي. سريت من حرام ليلا إلى حرام كما سار البدر في تاج من الظلام مولاي. محمد سيد الكونين والثقلين والفريقين من قرب ومن عجم مولاي. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിന്റെ മുഖദ്ദിമയാണ്, മുന്നോടിയാണ് റജബ്. ഈ റജബിലാ ഞാൻ വിത്തിടേണ്ടിയത്. ശഅബാനിലാണ് അതിനെ നട്ട് നനയ്ക്കേണ്ടത്, അതിന് നന്നായിട്ട് പോറ്റേണ്ടത്. റമളാനിൽ കൊയ്തെടുക്കണോ, ഫലം അനുഭവിക്കണോ, അതിനുള്ള മാസമാ റജബ്. പരിശുദ്ധരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സപ്തവാനങ്ങളും കടന്നിട്ട് 7 ആകാശങ്ങളും കടന്നിട്ട് അല്ലാഹ്
അള്ളാനെ കണ്ട മാസമാണ്. ജിബ്രീലിന് പോലും മലായികത്തീങ്ങൾക്ക് പോലും പ്രവേശന അനുമതിയില്ലാത്തതിന്റെ അപ്പുറം പോയി റസൂലുള്ളാഹ് അല്ലേ ബഹറുന്നൂർ എന്ന സ്ഥലത്തെത്തിയപ്പോ ജിബ്രീൽ നിന്നു. അത്താലെ ബഹറിന്നൂരി ജിബ്രീലും വഖഫ്. അവിടെ എത്തിയപ്പോ ജിബ്രീൽ നിന്നിട്ട് പറഞ്ഞു നബിയേ ഇതിന്റെ അപ്പുറം ഞങ്ങൾക്ക് അലൗഡില്ല, നോ അഡ്മിഷൻ നബിയേ, നിങ്ങൾ പൊക്കോളൂ നബിയേ, കയറിക്കോളൂ നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത് ഇതുവരെ ഒരു ഗൈഡായി, ഒരു കോച്ചായി, ഒരു ഉപദേശകനായി, ഒരു ഇൻഫർമേഷൻ നൽകുന്ന ആളായി, കൂട്ടുകാരനായിട്ട് കൂടെ വന്നിട്ട് നാടറിയാത്ത വീടറിയാത്ത ഒന്നും അറിയാത്ത സ്ഥലത്തെത്തിയപ്പോ ഇനി ഞാൻ വരുന്നില്ല എന്ന് പറയുന്നയാ, ഇത് അവസാന സമയത്ത് കൈ കൊടുക്കുന്ന ഏർപ്പാടല്ല, ഇത് ശരിയല്ലല്ലോ. ഇതിന്റെ അപ്പുറം ഞാൻ എങ്ങനെ പോവാനാ? ഇവിടെ വരെ വന്നത് നിങ്ങളെ കോച്ചിങ് കൊണ്ടാണ്, നിങ്ങളെ ഗൈഡൻസ് മുഖേനയാണ്. ഇതിന്റെ അപ്പുറം ഞാൻ എങ്ങനെ ഒറ്റക്ക് പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന നേരത്ത് അല്ലാഹ് വിളിച്ചു നബിയേ കയറി വരൂ നബിയേ. ഖാബ ഖൗസൈനി ഔ അദ്നാ. അമ്പും വില്ലും അടുക്കുന്നതിനേക്കാളേറെ വളരെ അടുപ്പത്തിൽ അല്ലാഹും റസൂലും നിന്നുപോയി. അല്ലാഹനെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്തഹിയാത്തുൽ മുബാറകാതുസ് സലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്. നമ്മുടെ നിസ്കാരത്തിന്റെ അത്തഹിയാത്ത് അത് അല്ലാഹുടെ ആദ്യം പറഞ്ഞിന്. എല്ലാ കാണിക്ക, എല്ലാ ദക്ഷിണ, എല്ലാ അല്ലാഹു തആല തഹിയാത്തുൽ മുബാറകാതുസ് സലവാതു ത്വയ്യിബാതു ലില്ലാഹ്. എല്ലാ ദക്ഷിണകളും, എല്ലാ തിരുമുൾ കാഴ്ചകളും, എല്ലാ അർപ്പണങ്ങളും ലില്ലാഹ് അല്ലാഹ്ക്കാണ്. ഇത് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു വസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യൂ. നബിയായിട്ടുള്ളവര് നിങ്ങളെ മേലെ എന്റെ സലാമുണ്ടാകട്ടെ, എന്റെ രക്ഷശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ നേരം ഹബീബായ റസൂലുള്ളാഹ് അവിടെയും ഓർത്തു ഞങ്ങളെ കുന്നിലെ പെണ്ണുങ്ങളെ, എന്റെ വയല് കേൾക്കുന്ന സഹോദരിമാര്, പൊന്നു മുസ്ലിം, പടച്ച റബ്ബിന്റെ രാജസന്നിധിയില, ജഗന്നാഥനായ ജഗദീശ്വരനായ അള്ളാഹുവിന്റെ പരമസന്നിധിയില അല്ലാഹു